ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത്. ആ ഒരു മേക്കപ്പ് ഏരിയയിലെ ഫ്ലോറിൽ കിടന്നിട്ട് ആദിലയും നൂറയും തമ്മിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, വിഷമങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പറയുന്നത് ഇതാണ്: ഓണത്തിന് എല്ലാവരുടെയും ഫാമിലീസിനെ കാണിച്ചപ്പോൾ നമ്മുടെ മാത്രം കാണിച്ചില്ല. നമുക്ക് വേണ്ടി നമ്മുടെ സുഹൃത്തുക്കളാണ് ഓണാശംസകളുമായിട്ട് വന്നത്. അത് കണ്ട ആ സമയം മുതൽ റെനയൊക്കെ അത് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾക്ക് വരാൻ ദിയാസനെയൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട്. ഐ ഫെൽ സോ ബാഡ് ബേബി. ഞാൻ അപ്പം തന്നെ അവിടുന്ന് എണീറ്റ് ഓടി വാഷ്റൂമിലേക്ക് പോയി എന്നൊക്കെ നൂറ പറയുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് ആദില നമ്മൾ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവരാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് നൂറയെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഫാമിലി ഇല്ലാഞ്ഞിട്ടൊന്നും അല്ലല്ലോ, നമ്മുടെ സിറ്റുവേഷൻ കാരണം നമ്മളവിടെ മിണ്ടാതിരുന്നതല്ലേ എന്നുള്ള രീതിയിലൊക്കെ ആദില പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞ് നൂറ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫാമിലി വീക്ക് വരെയെങ്കിലും നിൽക്കണം ബേബി. നമ്മുടെ രണ്ടുപേരുടെയും ഫാമിലീസിൽ നിന്ന് ആരെങ്കിലും ഒക്കെ വരണം, അതുവരെയെങ്കിലും നിൽക്കണം. എൻ്റെ ഫസ്റ്റ് വിഷ് ലാലേട്ടനെ ഹഗ് ചെയ്ത് ഇവിടെ വരണം എന്നുള്ളതായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഇതാണ് എന്ന് നൂറ പറയുന്നുണ്ട്. ഇതായിരുന്നു ഇവർ തമ്മിലുള്ള ഒരു വിഷമം പങ്കുവെക്കൽ സംസാരം. മെയിനായിട്ടും പറയുന്നത് ഇന്ന പോലെ റെനെ അവരുടെ ഫാമിലിയുടെ പേര് പറഞ്ഞ് കളിയാക്കി എന്നുള്ളൊരു കാര്യമാണ്. പേർട്ടിക്കുലർലി ഇന്നലെ രാത്രി അത് ഞാൻ കണ്ടിട്ടില്ല, അത് നൂറ പറയുന്നുണ്ട്. നൂറയ്ക്ക് വല്ലാത്ത ബാഡ് അടിച്ചു എന്നും പറയുന്നുണ്ട്. റെന ഫാത്തിമ എന്ന ഒരു കണ്ടസ്റ്റന്റിന് തീരെ മെച്യൂരിറ്റി ഇല്ല എന്ന് നമ്മൾ പല തവണയായിട്ട് പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. ഇത്രയ്ക്ക് മെച്യൂരിറ്റി ഇല്ലാത്തൊരു കണ്ടസ്റ്റന്റ്, ഇത്രയ്ക്ക് മെച്യൂരിറ്റി ഇല്ലാത്ത രീതിയിൽ സംസാരിക്കുന്ന പെരുമാറുന്ന മറ്റൊരു കണ്ടസ്റ്റന്റ് ഒരു സീസണിലും ഉണ്ടായിട്ടില്ല. അത്രമാത്രം ഒരു ഇമ്മച്യൂർ ആണ്. പല സ്ഥലത്തും എന്താണ് പറയേണ്ടതെന്നോ ചെയ്യേണ്ടതെന്നോ സിറ്റുവേഷൻ അനുയോജ്യമായ രീതിയിൽ പെരുമാറേണ്ട ആ ഒരു മര്യാദ ആ കുട്ടിക്ക് അറിയത്തില്ല. അല്ലെ പിന്നെ ആരെയും ഇവരുടെ ലൈഫ് സ്റ്റോറി ഒക്കെ കേട്ട ആരെയും ഈ രീതിയിൽ കളിയാക്കുമോ ഫാമിലിയുടെ പേര് പറഞ്ഞിട്ട്? വളരെ മോശമായി പോയി. അതും നൂറയ്ക്ക് പ്രതികരിക്കാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. നടന്നകന്നു പോവുകയായിരുന്നു, അത്രയും വിഷമമായി എന്ന് നൂറ പറയുന്നുണ്ട് അതിൻ്റെ അടുത്ത്. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിലൊക്കെ ഒരാളുടെ ഫാമിലിയുടെ പേര് പറഞ്ഞ് കളിയാക്കി എന്നുള്ള കാര്യമൊന്നും നമ്മൾ അവിടെ ആരെ പറ്റിയും പറയുന്നത് കേട്ടില്ല. റെന ഫാത്തിമയിൽ നിന്ന് മാത്രമാണ് ഇങ്ങനെ ഒരു സംഭവം നമ്മൾ കേൾക്കുന്നത്, ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഫാമിലി വരാത്തതിന്റെ പേരിൽ, ഓണാശംസകളുമായിട്ട് ഫാമിലി വരാത്തതിന്റെ പേരിൽ കളിയാക്കുന്നു. എല്ലാവരുടെയും സിറ്റുവേഷൻ ഒരേപോലെ ആയിരിക്കണമെന്നൊന്നുമില്ല, അവരുടെ ലൈഫ് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുള്ള. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെയൊക്കെ കളിയാക്കുന്നത് വളരെ മോശമായിപ്പോയി. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക്